മെഡിക്കൽ കോളേജുകളിൽ സംഘടനകൾ ഭക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല, ഒരു പാർട്ടിയെയും അവിടെ കയറ്റരുത്. ജി സുധാകരൻ. ഈ ജി സുധാകരൻ സാറ് നമുക്കൊക്കെ പണിയുണ്ടാക്കി തരുവാണ്. ഇതിനൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? സുധാകരൻ സാറിന് ഇത് എന്ത് പറ്റി? ഈ അടുത്ത കാലത്തായിട്ടൊക്കെ പറയുന്നതൊക്കെ പ്രശ്നമുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ കൊണ്ട് ഒരു ഉപകാരമില്ല, അത് പിരിച്ചുവിടണമെന്ന്. അപ്പോൾ ആദ്യം അമ്മ എന്ന സംഘടന കൊണ്ട് അതിന്റെ മെമ്പർമാർക്കും പൊതുജനങ്ങൾക്കും ഒരു ഉപകാരവുമില്ല എന്ന് സുധാകരൻ സാറ് പറഞ്ഞത് സത്യമാണോ എന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാവരും ഒന്ന് അവസാനം വരെ ഒന്ന് കേൾക്കണം കേട്ടോ. അപ്പോൾ നിലവിൽ അമ്മയുടെ മെമ്പർമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളിൽ തന്നെ തുടങ്ങാം. കൈനീട്ടം ഏകദേശം 112ഓളം അർഹതയുള്ള മെമ്പർമാർക്ക് എല്ലാ മാസവും കൃത്യം 1-ാം തീയതി അവരുടെ അക്കൗണ്ടിലേക്ക് അമ്മയുടെ അക്കൗണ്ടിൽ നിന്നും 5000 രൂപ കൃത്യമായിട്ട് എത്തുന്നു. വർഷം തോറും 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ്, അതും ഇതുവരെ മുടക്കമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വലിയൊരു ഭീമമായ തുക തന്നെയാണ് ഇതിനുവേണ്ടി അമ്മ ഇൻഷുറൻസിലേക്ക് അടച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം 15 ലക്ഷം രൂപയുടെ അപകട മരണ ഇൻഷുറൻസ്, പിന്നെ സഞ്ജീവനി പദ്ധതി. രോഗബാധിതരായ അമ്മയുടെ മെമ്പർമാർക്ക് എല്ലാവർക്കും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ മരുന്നുകളും അവരുടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളാണ് ഇത്. ഇനി ചെയ്ത് കഴിഞ്ഞ സഹായങ്ങൾ, കഴിഞ്ഞ കൊറോണ കാലത്ത് എല്ലാ അംഗങ്ങളും ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അന്ന് അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്ന ലാലേട്ടൻ എല്ലാവർക്കും വോയിസ് ഓവറിലൂടെ ഒരു സാന്ത്വന സന്ദേശം നൽകുകയും 20,000 രൂപയോളം സഹായധനം അനുവദിക്കുകയും ചെയ്തു. ആ കൊറോണ കാലത്ത് ഓണം ആഘോഷിക്കാൻ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്ന ഒരു പരിപാടിയിലൂടെ എല്ലാ അംഗങ്ങളുടെ വീട്ടിലും ഏകദേശം 10,000 രൂപയോളം വില വരുന്ന ഓണ കിറ്റുകൾ നൽകി. പിന്നെ എല്ലാ ആഘോഷങ്ങൾക്കും, ക്രിസ്മസ്, ഓണം, വിഷു, റംസാൻ, ബക്രീദ് തുടങ്ങിയ എല്ലാ ആഘോഷങ്ങൾക്കും ഗിഫ്റ്റുകൾ എല്ലാ മെമ്പർമാരുടെ വീടുകളിൽ എത്താറുണ്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇത് മെമ്പർമാർക്കല്ലേ, ഞങ്ങൾക്ക് എന്ത് പ്രയോജനം എന്നുള്ളത്. സുധാകരൻ സാറ് പറഞ്ഞത് ആർക്കും പ്രയോജനമില്ലെന്നാ. അതുകൊണ്ടാണ് അതിലെ മെമ്പർമാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങൾ ആദ്യം പറഞ്ഞത്. ഇനി പൊതുസമൂഹത്തിനും അമ്മ ചെയ്ത ചെറിയ സഹായങ്ങൾ. പ്രകൃതി ദുരന്ത സാഹചര്യങ്ങൾ വന്നപ്പോഴെല്ലാം അമ്മ അന്നത്തെ സർക്കാരുമായി കൈകോർത്ത് വേണ്ട സഹായങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളപ്പൊക്കം വന്നല്ലോ, ആ സമയം അമ്മ ഏകദേശം ഒരു 50 ലക്ഷം രൂപയോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ അമ്മയിലെ മെമ്പർമാർ എല്ലാവരും കൂടി ചേർന്ന് അബുദാബിയിൽ ഒരു ഷോ ചെയ്തു, ഒന്നാണ് നമ്മൾ എന്ന് പറഞ്ഞൊരു ഷോ. അതിൽ നിന്ന് കിട്ടിയ തുക 5 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സുധാകരൻ സാർ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. പിന്നെ കോവിഡ് സമയത്ത് വാക്സിൻ ക്ഷാമം ഉണ്ടായപ്പോൾ അമ്മയുടെ മെമ്പർമാർക്കും അമ്മയുടെ ഓഫീസിനോട് ചേർന്ന് ആ പരിസരവാസികളായ എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുത്തു. കോവിഡ് സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസം എല്ലാം ഓൺലൈനായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ വിദ്യാഭ്യാസം നേടാൻ പറ്റാതെ അതിനുള്ള സാഹചര്യങ്ങളില്ലാത്ത നിർധനരായിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക് അമ്മ ടാബും മൊബൈൽ ഫോണും വാങ്ങി നൽകി. പിന്നെ സമൂഹത്തിലെ നമ്മുടെ നാട്ടിലെ പാവങ്ങളായ വീടില്ലാത്ത നിർധനരായ ആളുകൾക്ക് അമ്മ വീട് എന്നുള്ള നാമത്തിൽ 5 ലക്ഷം രൂപയുടെ വീടുകൾ നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ 10 അമ്മ വീടുകൾ പൂർത്തീകരിച്ച് താക്കോൽ ദാനം നടത്തിക്കഴിഞ്ഞു. നിർധനരായ പാവങ്ങളായ ജനങ്ങൾക്ക് വേണ്ടി പ്രശസ്ത പത്രമായ മാധ്യമവും അമ്മ സംഘടനയും ചേർന്ന് അക്ഷര വീട് എന്ന പേരിൽ 51ഓളം വീടുകൾ നിർമ്മിക്കുകയുണ്ടായി. അതിൽ 36ഓളം വീടുകളുടെ താക്കോൽ ദാനം നടത്തിക്കഴിഞ്ഞു. പിന്നെ തെരുവുകളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ കുളിപ്പിച്ച് ശുചീകരിച്ച് അസുഖബാധിതരായിട്ടുള്ളവരാണെങ്കിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ ഒരു പുണ്യപ്രവൃത്തി ചെയ്യുന്ന തെരുവോരം മുരുകൻ, ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഈ കാരുണ്യ പ്രവർത്തനം സുഗമമായി നടത്തുന്നതിന് വേണ്ടി ശുചിമുറി സൗകര്യങ്ങളോട് കൂടി ചേർന്നുള്ള ഒരു ആംബുലൻസ് അദ്ദേഹത്തിന് ഫ്രീ ആയി അമ്മ നൽകുകയുണ്ടായി. അതിപ്പോഴും അതിന്റെ സേവനം തുടർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ അമ്മ പുതുതായി പണി കഴിപ്പിച്ചിട്ടുള്ള അമ്മയുടെ ഓഫീസിലെ ഒരു നില ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി മാത്രം മാറ്റിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ പൊതുസമൂഹത്തിന് വേണ്ടി അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ്. ഇത്രയൊക്കെ പോരെ പൊന്നു സുധാകരൻ സാറേ? ഇത്രയും ഉപകാരമൊക്കെ ഉള്ള ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയാണ് താങ്കൾ ഇകഴ്ത്തി സംസാരിച്ചത്. അമ്മയെ കൊണ്ട് പൊതുസമൂഹത്തിനും അംഗങ്ങൾക്കും ഒന്നും ഒരു പ്രയോജനമില്ല, അത് പിരിച്ചുവിടണമെന്ന് പറഞ്ഞത് അറിയാതെ പറഞ്ഞാണെങ്കിൽ സാറിനെ ഒരു ക്ഷമ പറയാം, ഒരു മാപ്പ് പറയാം. അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത. ഇനി അടുത്തത്, മെഡിക്കൽ കോളേജിൽ പൊതുച്ചോറുമായിട്ട് ഒരു പാർട്ടിക്കാരെയും കയറ്റരുത് എന്ന് അദ്ദേഹം പറഞ്ഞ വിഷയം സംസാരിക്കാം. ഗവൺമെന്റ് ഹോസ്പിറ്റലാണല്ലോ ഈ മെഡിക്കൽ കോളേജ്. അപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഗവൺമെന്റ് നോക്കണമെന്നാണ് പറയണത്. അതെ, ആ ചുമതലയും കൂടി ഗവൺമെന്റിനെ ഏൽപ്പിക്കുവാണ് ജി സുധാകരൻ സാറ്. എന്റെ പൊന്നു ജി സുധാകരൻ സാറേ, ഇപ്പൊ തന്നെ സതീശ സാറിന് ആവശ്യത്തിലേക്കാൾ കൂടുതൽ ലോഡ് തലയിലുണ്ട്. ഇനി മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണവും കൂടി പുള്ളിനെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിയാൽ കൂടില്ല. ഇപ്പൊ 10 പൈസ ഗവൺമെന്റിന്റെ ചെലവില്ലാതെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അതിനിങ്ങനെ തടസ്സം പറഞ്ഞിട്ട് അത് ഗവൺമെന്റിന്റെ തലയിലാക്കണത്? ഗവൺമെന്റ് വലിയ കുഴപ്പമില്ലാതൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് പോട്ടെ, നീ ഭാരം കൂടി കൊണ്ട് തലയെ വെച്ച് കൊടുക്കണ്ട. അല്ല, ഈ പറഞ്ഞതിൽ എന്ത് ന്യായമാണുള്ളത് സുധാകരൻ സാറേ? സാർ ഒന്ന് ആലോചിക്കണം. ഇതൊരു നന്മയുള്ള ഒരു പരിപാടിയല്ലേ? ഈ ബുദ്ധിമുട്ടി അസുഖങ്ങളുമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ആ ആളുകൾക്കും
അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ഭക്ഷണം ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ അത് അവർ കഴിക്കുമ്പോൾ ഒരു സന്തോഷം, അവരൊരു പ്രാർത്ഥന മതി സാറേ ഈ കൊടുക്കുന്ന ആൾക്കാർക്ക് പുണ്യം കിട്ടാൻ. സഖാക്കൾ ഇത് തുടങ്ങിയപ്പോ എല്ലാവരും വിചാരിച്ചോ ഇത് ആദ്യത്തെ ആവേശത്തിൽ കുറച്ചു നാളുണ്ടാവും, അത് കഴിഞ്ഞ് നിൽക്കും. പക്ഷേ 1000 നാളുകൾ പിന്നിട്ട് കഴിഞ്ഞു സാർ. 1000 നാളുകൾ. ആദ്യകാലങ്ങളിൽ സാറ് ഇതിന് സപ്പോർട്ടായിരുന്നു. സാറിന് ഈ ഇടക്കാലം കൊണ്ടാണ് ഈ വക മനംമാറ്റം. അന്നൊക്കെ ഇത് പുണ്യപ്രവൃത്തിയായിട്ട് സാറ് അംഗീകരിച്ചു. ഇപ്പൊ സാറിന് എന്ത് പറ്റിയത്? ഇതിനെന്ത് പറ്റിയത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് സാർ ഇങ്ങനെ പറയുന്നതെന്ന് അറിയാം. സാറേ അങ്ങനെയൊന്നും പറയരുത്. നല്ല കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുക, ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ സാറ് പറഞ്ഞിട്ട് സാറിന് അതുകൊണ്ട് എന്ത് നേട്ടം? ജനങ്ങൾക്ക് സാറിനുള്ള സ്നേഹം ഇല്ലാതാവും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക. പിന്നെ ഇതുപോലെയൊക്കെ ഞാൻ പറയുമ്പോൾ സാറിനോട് അനുകൂലിച്ചു കൊണ്ടു കിടക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. സാർ എന്ത് തെറ്റ് പറഞ്ഞാലും അത് കറക്റ്റാണ് എന്ന് പറഞ്ഞ് കിടക്കുന്ന കുറച്ച് പേരുണ്ടാവും. അവർ വന്ന് എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ഇടും, എന്നെ പച്ചത്തെറി വിളിച്ചുകൊണ്ട് കമന്റ് ഇടും, പിന്നെ തെറികൾ തന്തക്കും തള്ളക്കൊക്കെ വിളിച്ച് ഇടും, കമന്റ് ഇടും സാറിനെ സൂചിപ്പിക്കാൻ വേണ്ടി. ഈ വരുന്ന തെറി കമന്റുകൾക്കും തന്തക്കും തള്ളക്കും വിളിക്കുന്നത് ഞാൻ റിപ്ലൈ ചെയ്യാറില്ല. തിരിച്ച് വേണമെങ്കിൽ എനിക്ക് അവരെയും തന്തക്കും തള്ളക്ക് വിളിക്കാം, തിരിച്ച് തെറികൾ വിളിക്കാം. പക്ഷെ എന്റെ സംസ്കാരം അതിന് എന്നെ അനുവദിക്കുന്നില്ല. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു സാറിന് ഇതൊക്കെ പറയാനുള്ള എന്ത് അവകാശമാണുള്ളത്, സാർ എന്തിനാണ് ഇവ കാര്യങ്ങളിൽ ഇടപെടുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു കമന്റ് വന്നായിരുന്നു, എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത്? സുധാകരൻ സാർ ആരാണെന്നറിയാവോ? സുധാകരൻ സാറ് വളരെ തലമൂത്ത നേതാവാണ്, അദ്ദേഹം വലിയൊരു ലീഡറാണ്, അദ്ദേഹം ഒരു കാരണവരാണ്, രാഷ്ട്രീയത്തിൽ ഒരു കാരണവരാണ്, അദ്ദേഹത്തിന് എന്തും പറയാം, ഏത് കാര്യത്തിൽ ഇടപെടാം, അതിൽ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്, കാരണവരാണ്. അപ്പൊ നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, കാർന്നോക്കന്മാർക്ക് ഏതടുപ്പിട്ടും തൂറാം. സാർ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം. കാരണം തീ അണയാതെ കിടക്കുന്ന ചില അടുപ്പുണ്ടാവും, ചിലപ്പോൾ കുണ്ടി പൊള്ളിപ്പോവും. ഇപ്പൊ സാറ് മലക്കം പറഞ്ഞു, ആളുകൾ എതിർപ്പ് പറഞ്ഞ് വഴക്കൊക്കെ പറയാൻ ചീത്തയൊക്കെ വിളിക്കാൻ തുടങ്ങിയപ്പോൾ സാറ് മലക്കം പറഞ്ഞു. സാറ് ചെയ്ത് തെറ്റാണെന്ന് സാറിന് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് സാറ് മലക്കം പറഞ്ഞു. ഞാൻ അങ്ങനെ രോഗികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് പുറത്തു വെച്ച് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കണമെന്നാണ്, അകത്ത് കൊണ്ടുപോയി ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. എന്റെ പൊന്നു സാറേ, ഇത് അകത്ത് വെച്ചൊന്നും ഭക്ഷണം പാചകം ചെയ്യണമല്ലല്ലോ, ഇത് ആ ഏരിയയിലുള്ള നാനാജാതി മതസ്ഥര് അവരുണ്ടാക്കുന്നതിന്റെ കൂട്ടത്തിൽ 2-3 പൊതികൾ കൂടുതൽ ഉണ്ടാക്കി അത് പൊതിഞ്ഞ് കെട്ടി ഈ സഖാക്കളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആ സഖാക്കൾ അത് രോഗികൾക്കും രോഗിയുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്കും കൊടുക്കുന്നു. അത്രേ അവർ ചെയ്യുന്നുള്ളൂ. അവർ ജനങ്ങളെ ഏൽപ്പിക്കുന്നത് ഒരു ഭക്ഷണം അവര് രോഗികൾക്ക് കൊണ്ടേ കൊടുക്കുന്നു. അതൊരു നന്മ പ്രവൃത്തിയല്ലേ? ആ പേരും പറഞ്ഞ് അവർ വലിയ പബ്ലിസിറ്റി ഒന്നും ചെയ്യണില്ല. ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു നേട്ടവും അവര് ഉണ്ടാക്കുന്നില്ല. ആരും ചെയ്യാത്ത ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയാണിത് എന്ന് പറഞ്ഞ് അവരങ്ങനെ അത് പൊക്കിപ്പിടിച്ചിട്ട് നടക്കണമില്ല. അവരാരും അറിയാതെ തന്നെ ഈ സഹായങ്ങൾ 1000 ദിവസങ്ങളാണ് സാർ പിന്നിട്ട് കഴിഞ്ഞത്. അതിന് അവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കണ്ടേ സാറേ? പിന്നെ നമ്മുടെ വീട്ടിൽ ഒരു 10 പേർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണമെങ്കിൽ തന്നെ നമ്മൾ ചെറിയൊരു പന്തലൊക്കെ ഇടും അല്ലേ? അപ്പൊ 10,000-ഓളം പേർക്ക് അല്ലെങ്കിൽ 2,000 എത്ര പൊതുകളാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിൽ 1000-കണക്കിന് പൊതുകൾ എന്തായാലും എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവർ ആ പൊതുകളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വണ്ടിയിലേക്ക് കൊണ്ടിടുമ്പോ ഒരു ചെറിയൊരു ഷെഡോ കാര്യങ്ങളോ അതൊന്ന് എടുത്തു വെക്കാനൊക്കെ കിട്ടിയാൽ എന്താണ് തെറ്റത്? ഒരു തെറ്റുമില്ല സാറേ. അത് അവർക്ക് ഒരു നല്ല പ്രവൃത്തിക്ക് വേണ്ടിയല്ലേ. അവിടെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് ആ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നു. അത് വലിയ ഇപ്പൊ എത്രയോ സ്ഥലങ്ങളിൽ ഈ ഗവൺമെന്റ് സ്ഥലങ്ങളിലൊക്കെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് ആൾക്കാർ ടെന്റ് പിടിച്ച് കിടക്കണം. ഇതൊരു നന്മയുടെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിന്റെ അതിനോട് ചേർന്ന് തന്നെ ഈ ഭക്ഷണം ഒന്ന് വെക്കാനോ പിടിക്കാനോ ഒരു ചെറിയൊരു ഷെഡ് പോലെയൊക്കെ കിട്ടിയായിരുന്നു അതൊന്നും വലിയ തെറ്റായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പിന്നെ കല്ലൊക്കെ ഇട്ട് കോൺക്രീറ്റൊക്കെ ഇട്ട് വാർക്കൽ കെട്ടിടം ഒന്നും വെക്കാതിരുന്നാൽ മതി. ഒരു ചെറിയ ഷെഡൊക്കെ താൽക്കാലികമായിട്ടൊക്കെ ഒരു ഷെഡൊക്കെ നന്മയുള്ള കാര്യത്തിന് വേണ്ടിയല്ലേ സാറേ? അതൊക്കെ അങ്ങോട്ട് കണ്ണടച്ച് കളയുക. ഇവിടെ കൂട്ടത്തിൽ നമുക്ക് വേറൊരു കാര്യം കൂടി പറയാതിരിക്കാൻ വയ്യ. എന്തായാലും സഖാക്കൾ ഈ ഭക്ഷണങ്ങൾ കൊടുക്കണ ഈ നല്ല പ്രവർത്തികൾ കണ്ടിട്ട് സേവാഭാരതി എന്ന് പറയുന്ന സംഘടനയും ഈ നന്മയുള്ള പ്രവർത്തികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അവരും ചെയ്തോട്ടെ, സന്തോഷമല്ലേ? അവർക്കൊരു കൈയടി. അവര് ഒരു നല്ല കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ സേവാഭാരതിയാണ് കൊടുക്കുന്നത്, അതിനെ നമുക്ക് അങ്ങോട്ട് വിമർശിച്ചേക്കുന്നതെന്ന് ഞാൻ പറയില്ല. നന്മ ചെയ്യുന്നത് ഏത് പാർട്ടിയാണോ അവർക്ക് കൈയടി, അത് കൊടുക്കണം. അതുകൊണ്ട് സഖാക്കളെ മുന്നോട്ട്, സേവാഭാരതി മുന്നോട്ട്. സുധാകരൻ സാറ് ഇങ്ങനെ പറയുന്ന കാര്യത്തിൽ സ്വല്പം പിന്നോട്ട്.